രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിന് വേണ്ടിയുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉള്ളതല്ലെന്നും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എ രാജ്മോഹൻ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഔദ്യോഗിക സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ സ്കൂളിലേക്ക് കടക്കാൻ പാടില്ലെന്നും സർക്കുലറിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾ പഠനത്തിന് വേണ്ടിയുള്ളതാണ്. ആരെയും അമിതമായി പുകഴ്ത്താൻ വേണ്ടിയുള്ള ഒരു സ്ഥലമല്ല അത്. ക്ലാസ് മുറികളിലും സ്കൂളുകളുടെ പരിസരത്തും രാഷ്ട്രീയ നേതാക്കളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. സർക്കാർ സ്കൂളുകളിൽ നടത്തുന്ന ഏതു പരിപാടികളും നിഷ്പക്ഷതയുടെയും വിദ്യാഭ്യാസപരമായ പ്രസക്തിയുടെയും തത്വങ്ങൾ പാലിക്കുന്നതായിരിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശം വരുത്തിയിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള കർശനമായ നിലപാടുകൾക്ക് പിന്നാലെയാണ് ഈ തീരുമാനവും എടുത്തിരിക്കുന്നത്. കർശന നിർദ്ദേശം തന്നെയാണ് മന്ത്രിമാർക്കും അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്ന് കരൂർ സന്ദർശിക്കും. കരൂർ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 32 പേരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൈമാറും. കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് വിജയ് നയിച്ച റോഡ് ഷോയ്ക്കിടയിലാണ് 41 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം സംഭവിച്ചത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വിജയ് കരൂരിൽ എത്തുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനമാക്കിയാണ് ഇരകളുടെ ആശ്രിതർക്ക് വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് നിയമനം നൽകുന്നത്. സർക്കാർ ആരോഗ്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ നാളം AI എന്ന വാട്സപ്പ് ചാറ്റ്ബോട്ട് സർവീസിന് തുടക്കം കുറിച്ചും തമിഴ്നാട് വേറിട്ട് നിൽക്കുകയാണ്. മൊബൈൽ ഫോൺ വഴി OP ബുക്കിംഗ്, രജിസ്ട്രേഷൻ തുടങ്ങിയ നടപടികൾ പൂർത്തിയാക്കാം. ബുധനാഴ്ച ആരോഗ്യമന്ത്രി KG അരുൺരാജ് സേവനം ഔദ്യോഗികമായി അവതരിപ്പിച്ചു. ആശുപത്രിയിലെ അഴിമതിയും മോശം സൗകര്യങ്ങളും തുറന്നു കാണിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ ചെന്നൈ എഗ്മോറിലെ സർക്കാർ കുട്ടികളുടെ ആശുപത്രിയിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. ബുധനാഴ്ച രാവിലെയായിരുന്നു അദ്ദേഹം ആരെയും മുൻകൂട്ടി അറിയിക്കാതെ ഇവിടെ എത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് നടത്തുന്ന ആദ്യത്തെ ഔദ്യോഗിക സർപ്രൈസ് പരിശോധന കൂടിയാണിത്. ആശുപത്രിയിലെ വിവിധ വാർഡുകൾ നേരിട്ട് സന്ദർശിച്ച അദ്ദേഹം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി. തുടർന്ന് സീനിയർ ഡോക്ടർമാരുമായും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായും നിലവിലെ ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നിരവധി നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ടാ സംഘങ്ങളെ തുരത്തി ഓടിച്ചും അതുപോലെ തന്നെ ലഹരി മാഫിയയ്ക്കെതിരെയും കർശനമായ നിലപാടുകളാണ് ഇത്തരത്തിൽ ജോസഫ് വിജയ് സ്വീകരിച്ചിരിക്കുന്നത്.